എന്താണ് ടൈപ്പ് സ്റ്റൈൽസ് അല്ലേ? ഇനി നമുക്ക് ടൈപ്പ് സ്റ്റൈൽസിനെ കുറിച്ച് നോക്കാം. ടൈപ്പ് സ്റ്റൈൽസ് എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളൊരു ആപ്പോ വെബ്സൈറ്റോ എന്ത് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്താലും നമുക്ക് നമ്മുടെ അതിൽ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്ന കുറേ ഫോണ്ടും കുറേ ഫോണിൻ്റെ വെയ്റ്റും കുറേ ഫോണിൻ്റെ സൈസൊക്കെ കാണും. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ മാറ്റി മാറ്റി സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കുമല്ലോ എളുപ്പം. അപ്പോൾ അതിനെയാണ് ടൈപ്പ് സ്റ്റൈൽസ് എന്ന് നമ്മൾ പറയണത്. നമുക്ക് ടൈപ്പ് സ്റ്റൈൽസ് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ആപ്പിൻ്റെ ഡിസൈനാണ്. അപ്പോൾ എനിക്ക് ഈ കാണുന്ന ഈ എമൗണ്ടിൻ്റെ ഫോണ്ടും ടെക്സ്റ്റും ഫോണ്ട് സൈസും ടെക്സ്റ്റ് സൈസും ഒക്കെ മാറ്റണം. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് ടെക്സ്റ്റിൽ പോയി പിന്നെ അതിൻ്റെ ഫോണ്ട് ഇങ്ങനെ മാറ്റി അങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്ത് മാറ്റുന്നതിനെക്കാട്ടും നല്ലത് എനിക്കിവിടെ വന്നതിന് ശേഷം ഈ എഡിറ്റ് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് നമുക്കൊരു ഫോണ്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സൈസ് കൊണ്ട് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടും. കണ്ടില്ലേ, ഒരുമിച്ച് മാറി കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഒരുമിച്ച് മാറി നിങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? അപ്പോൾ അതാണ് ടെക്സ്റ്റ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാലുള്ള ഉപയോഗം. നമുക്ക് ഈ ടെക്സ്റ്റ് സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇത് എൻ്റെ ഒരു ബട്ടണാണെന്ന് വെച്ചോളൂ. ഇത് ഞാൻ ബട്ടണിൽ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റാണ്, ഒരു കണ്ടൻറ്റ് ഇതായിരിക്കും. ക്ലിക്ക് ഹിയർ. എനിക്ക് ത്രൂ ഔട്ട് ദ ഡിസൈൻ എനിക്ക് ഈ സൈസും ഈ ഹൈറ്റും ഈ വിഡ്ത്തുമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടെക്സ്റ്റിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വരുന്ന 4 ഐക്കണിൽ വരിക. അവിടെ അപ്ലൈ സ്റ്റൈൽ ഇത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ബട്ടൺ ടെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വെളിയിലത്തെ ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലിൽ ഇവിടെ ബട്ടൺ സ്റ്റൈൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ടെക്സ്റ്റ് സ്റ്റൈലിൽ വരുമ്പോഴും നമുക്കിതാ ആ ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ അവിടെ നമുക്ക് ഈ ബട്ടൺ സ്റ്റൈൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇത് നമുക്കിതിൽ വേറെ എന്തെങ്കിലും മാറ്റി ക്രിയേറ്റ് ചെയ്ത സ്റ്റൈലിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. എഡിറ്റ് സ്റ്റൈലിൽ പോവുക. ഇവിടെ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ 300 സൈസ് കൊടുക്കുകയാണ്. അതനുസരിച്ച് ഇവിടെ മാറും. ഓക്കെ, എനിക്ക് ഈ പ്രോപ്പർട്ടി ഇതിൽ അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് സ്റ്റൈലിൽ വരിക. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബട്ടൺ ടെക്സ്റ്റ് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ടെക്സ്റ്റ് ഇവിടെ അപ്ലൈ ആയി കഴിഞ്ഞു. ഇതാണ് ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കോമൺ ആയിട്ട് കുറച്ച് പേരുകൾ നമ്മൾ ഡെവലപ്പേഴ്സിന് അറിയാൻ പറ്റുന്ന കുറച്ച് പേരുകളുണ്ടായി. അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഏറ്റവും വലിയ ഒരു സൈസാണെങ്കിൽ അതിനെ ഹെഡിങ് എന്ന് പറയും. മെയിനായിട്ടുള്ള ഏറ്റവും വലിയ സൈസ് ഉള്ള ഒരു കണ്ടൻറ്റ് അത് ഫോണ്ടാണെങ്കിൽ അതിനെ ഹെഡിങ് എന്ന് പറയും. അതിനെ H1 എന്നാണ് നമ്മൾ ഡെവലപ്പേഴ്സ് പറയുന്നത്. അത് H1 ഫോണ്ട്, H1 എന്നാണ്. ഇതാണ് നമ്മളെ H1 ഫോണ്ട്. ഈ കട്ട് കാണുന്നതായിരിക്കും നമ്മളെ H1 ഫോണ്ട്. അതാണ് നമ്മളെ മെയിൻ ഹെഡിങ്. അടുത്തത് H2, അതായത് ഈ ഹെഡിങ്ങിനെക്കാട്ടി കുറച്ചും കൂടെ സൈസ് കുറഞ്ഞത്. അതായിരിക്കും ഇതായിരിക്കും നമ്മളെ H2. അതാണ് ഹെഡിങ്ങിൻ്റെ അടുത്ത വലിപ്പം കുറഞ്ഞ സാധനമാണ് H2. പിന്നെ ഉള്ളത് H3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി അടുത്ത സൈസ് കുറവായിരിക്കും. ഇതൊക്കെയായിരിക്കും H3. പിന്നെ ബോഡി ലാർജ്, ബോഡി മീഡിയം, അങ്ങനെ പോകും. ലേബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബട്ടണിൽ പറയുന്ന വേർഡാണ്. ബട്ടൺ ഫോണ്ടിനെയാണ് നമ്മൾ ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ടെക്സ്റ്റ് സ്റ്റൈൽ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ സാധാരണ ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് അതിൻ്റെ ബേസിക്കാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് H1 ആണ് അല്ലേ, അത് മെയിനായി ഹെഡിങ് ആയിരിക്കും. മറ്റേത് H2, അത് ഹെഡിങ്ങിനെ കുറച്ചും കൂടെ ചെറുത്. അടുത്തത് H3, അത് ആ ഹെഡിങ്ങിനെ അടുത്ത കുറച്ചും കൂടെ വലുത്. പിന്നെ ഉള്ളത് ബോഡി ടെക്സ്റ്റ്. ഇതാണ് ബോഡി ടെക്സ്റ്റ്. ഇതായിരിക്കും നമ്മളെ ബോഡി ടെക്സ്റ്റ്. ഈ ചെറിയ അക്ഷരങ്ങളായിരിക്കും നമ്മളെ ബോഡി ടെക്സ്റ്റ്. അതിൻ്റെ ലാർജും കാണും, അതിൻ്റെ മീഡിയവും കാണും, പിന്നെ സ്മോളും കാണും. ഇതാണ് ബോഡി ടെക്സ്റ്റിൻ്റെ സ്മോൾ സൈസ്. ഇതായിരിക്കും നമ്മളെ ലേബിൾ ടെക്സ്റ്റ് സൈസ്. ഇതാണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഇത്രയും സെക്ഷനിൽ നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്
ഇതാണ് നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നതിന് നമ്മളെ ഹീറോ സെക്ഷൻ. മൊത്തത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വയർഫ്രെയിമെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് ടെക്സ്റ്റിനെയൊക്കെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളെ മനസ്സിൽ കാണുമല്ലോ നമ്മളെ ഏറ്റവും കുറഞ്ഞ ഫോണ്ട് സൈസ് ഇത്രയായിരിക്കണം. അത് 60% ആയിരിക്കും, 60px ആയിരിക്കണം, അല്ലെങ്കിൽ 40px ആയിരിക്കണം. ഏറ്റവും കുറഞ്ഞ ഫോണ്ട് 40px. അതിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കണം മറ്റുള്ള ഫോണ്ട് സൈസ് വരേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വയർഫ്രെയിം എല്ലാം ക്രിയേറ്റ് ചെയ്തു, ഡിസൈൻ്റെ വയർഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, നമ്മളെല്ലാം ഡിസൈൻ്റെ ഒരു റഫായിട്ടൊക്കെ നമ്മൾ ചെയ്ത് വെക്കും അല്ലേ. അതിനുശേഷം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കുമല്ലോ നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈലിൽ ടെക്സ്റ്റിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം നമ്മൾ തീരുമാനിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ബേസ് ടെക്സ്റ്റ്, അതായത് ഏറ്റവും ചെറിയ ടെക്സ്റ്റിനെക്കാട്ടി തൊട്ടടുത്ത ടെക്സ്റ്റ്, അതായത് നമുക്ക് ബോഡി ടെക്സ്റ്റ് എന്ന് പറയുമല്ലോ, വായിക്കാം. ഇതിനെയാണ് ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മെയിൻ അതായത് കണ്ടൻറ്റ്, വായിക്കാൻ പറ്റുന്ന കണ്ടൻറ്റ്, ഇതുപോലത്തെ ടെക്സ്റ്റിനെയാണ് ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ടെക്സ്റ്റൊക്കെ അല്ലേ, ഇതിനെയാണ് ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് അസൈൻ ചെയ്യണം. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അസൈൻ ചെയ്യണം. 60 വേണോ 80 വേണോ? അപ്പോൾ ഓക്കെ, 80 നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഇത് നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്താൽ ഡിസൈൻ കാണാൻ വളരെ മോശമായിരിക്കും. അപ്പോൾ അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുക്കണം. അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലേ, അതിനൊരു ടൂളുണ്ട്. ഗൂഗിളിൽ പോയതിന് ശേഷം ടൈപ്പ് സ്കെയിൽ എന്ന് കൊടുത്താൽ മതി. നമുക്കിവിടെ ക്രിയേറ്റ് ടൈപ്പ് സ്റ്റണ്ണിങ് ടൈപ്പോഗ്രഫി എന്നൊരു ഓപ്ഷൻ ഇവിടെ കണ്ടില്ല. ഇതാണ് നമ്മളെ ആ ഒരു ടൂൾ. ഇവിടെ നമുക്ക് നമ്മളെ ബേസ് ഫോണ്ട് സൈസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ എത്ര പറഞ്ഞേ? നേരത്തെ നമ്മൾ പറഞ്ഞത് 80 ആണ്. ഇതിവിടെ നമ്മൾ 80 കൊടുത്തതിന് ശേഷം ഇവിടെ റം ഉണ്ട്, PX ഉണ്ട്, പോയിൻ്റ് ഉണ്ട്. നമുക്ക് PX കൊടുക്കാം. ഞാൻ ഇവിടെ PX കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് ആ വാല്യൂ ഇവിടെ കിട്ടും. 80 ഫസ്റ്റിൻ്റെ ബേസ് വാല്യൂ 80px ആണ്. പിന്നെ അവിടെ നിന്ന് 21.px, 25.92px, ഇതിങ്ങനെ പോകും. ഇതാണ് അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുള്ള സൈസ്. ഈ വാല്യൂ പ്രൊപ്പോർഷണലായിട്ടായിരിക്കണം നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മളിവിടെ ഈ ഫോണ്ട് ഇവിടെ മാറ്റുമ്പോൾ അതിവിടെ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും ഇങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇതൊരു എക്സാമ്പിളാണ്. ഇതിലാണ് ഈ രീതിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഫിഗ്മയിൽ തന്നെ ഇതിൻ്റെ ബേസ് വാല്യൂ ഇട്ട് മറ്റുള്ള കണ്ടൻറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. നമ്മളിപ്പോൾ ടൈപ്പ് സ്കെയിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയില്ലേ, അതുപോലെ നമുക്ക് ഫിഗ്മയിൽ നമുക്കൊരു പ്ലഗിൻ ഉണ്ട്. അതിൻ്റെ പേരും ടൈപ്പ് സ്കെയിൽ എന്ന് തന്നെയാണ്. ടൈപ്പ് സ്കെയിൽ എന്ന് നമുക്കിവിടെ അടിച്ചു നോക്കാം. ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട അതേ ഇത് നമുക്കിവിടെ ഓപ്പണായി വരും. വെബ്സൈറ്റിൽ കണ്ട അതേപോലത്തെ ഇത് തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ബേസ് വാല്യൂ നമുക്ക് 80 പിക്സൽ കൊടുക്കുകയാണ്. ഇത് നോക്കി അതനുസരിച്ച് ഇത് ബേസ് സൈസ് ഞാൻ ഇവിടെ 80 പിക്സൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇനിയിപ്പോൾ നമുക്കിവിടെ ടൈപ്പ് സ്കെയിൽ ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. നോക്കിക്കോണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടൈപ്പ് സ്കെയിൽ ജനറേറ്റ് ആയി കഴിഞ്ഞു. ഈ ഫസ്റ്റ് കാണുന്നതായിരിക്കും നമ്മളെ ഹീറോ സെക്ഷനിലെ ഫോണ്ട്. ഹീറോ സെക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഹെഡിങ് ഇതായിരിക്കും. H1 ഹെഡിങ് ഇതായിരിക്കും. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. അത് പ്ലഗിനാണ് വിജിസ്റ്റ് പോയതിനു ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ മറ്റേത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാവുന്നതാണ്. ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ബേസ് വാല്യൂ നമുക്ക് ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഫോണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ റോബോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഹെഡിങ് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഹെഡിങ് എന്ന് വന്നതിന് ശേഷം /H1 കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ ഫോണ്ട് എത്ര എണ്ണം വേണോ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ മീഡിയം കൊടുത്തു, സെമി ബോൾഡ് കൊടുത്തു, സെമി ബോൾഡ് ഇറ്റാലിക് കൊടുത്തു. 3 എണ്ണം ഇവിടെ ആയി. അടുത്തത് ഹെഡിങ് 2 മീഡിയം കൊടുക്കാം, മീഡിയം ഇറ്റാലിക് കൊടുക്കാം, കൊടുക്കാം കേട്ടോ. നമുക്ക് ലൈറ്റ് കൊടുക്കാം. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് H3 ആണ്. ഇനി നമുക്ക് ഈ ബോക്സ് വേണ്ടെങ്കിൽ ടിക്ക് ഓഫായി കൊടുത്താൽ മതി. ബോക്സ് വെളിയിൽ പോകും. ഇവിടെ നമുക്ക് വന്നതിന് ശേഷം ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ബോഡി ടെക്സ്റ്റ് ആണ്. ബോഡി /P1 റെഗുലറും ബോൾഡും മീഡിയം മാത്രമാണ് കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ബോഡി /P2. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ്. നോക്കിക്കോണം. ഇവിടെ ക്യാൻവാസിലൊന്നും വരത്തില്ല.
നമുക്ക് വരുന്നതെല്ലാം ഇവിടെയാണ് വരണത്. അതാ നോക്കിക്കേ, ഇതാ നമുക്കിവിടെ ഇത് ഹെഡിങ് എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ്. വേണ്ട, റെഗുലർ, മീഡിയം, സെമി ബോൾഡ്. H1 ക്രിയേറ്റ് ചെയ്തതാണ് സെമി ബോൾഡ് ഇറ്റാലിക്. പിന്നെ H2 അത് റെഗുലർ, മീഡിയം, സെമി ബോൾഡ്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഒരു ഫോണ്ടിൻ്റെ പല പല വേരിയേഷൻ നമുക്ക് H1 ക്രിയേറ്റ് ആയി, H2 ക്രിയേറ്റ് ആയി, H3 ക്രിയേറ്റ് ആയി. ഇതിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ H1 റെഗുലർ, H2 മീഡിയം, ആ രീതിയിലാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഹെഡിങ്ങിൻ്റെ H1 അതിൻ്റെ സൈസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 40px അല്ലെങ്കിൽ 60px, അതിൻ്റെ അപ്പുറം കുറയാൻ പാടില്ല. നമ്മൾ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ആപ്പ് ചെയ്യുമ്പോൾ ഓക്കെ അല്ലേ. എന്നിട്ട് നമ്മൾ ഇതുപോലെയായിരിക്കും വാല്യൂ കൊടുക്കുക. H1, H2, H3, ബോഡി, ലാർജ്, മീഡിയം, സ്മോൾ, ബോഡി സ്ലാഷ് ലാർജ്, ബോഡി സ്ലാഷ് സ്മോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഫോൾഡറിൻ്റെ അകത്ത് ക്രിയേറ്റ് ആയി വരും. അതിന് എളുപ്പത്തിന് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. ലേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിനാണ്? ബട്ടൻ്റെ സ്റ്റൈൽ, ബട്ടൻ്റെ ടെക്സ്റ്റ് വേണ്ടിയാണ് നമ്മൾ ലേബിൾ ഉപയോഗിക്കുന്നത്. ഈ ടെക്സ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ബട്ടൺ ലേബിൾ ഉപയോഗിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡെവലപ്പേഴ്സിന് നമ്മൾ ഈ ഫോണ്ടിൻ്റെ വെയിറ്റ്, തിന്ന്, ഇതുപോലെ നമ്മളിവിടെ കൊടുക്കത്തില്ല, റെഗുലർ, മീഡിയം, സ്മോൾ, അത് പറഞ്ഞാൽ അവർക്ക് അത് അങ്ങോട്ട് മനസ്സിലാവുമെന്ന് വെച്ചാൽ അത് അവർക്ക് കോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നിന് അവർ 100 എന്നുള്ള പേര് കൊടുക്കും, ലൈറ്റിന് 300, റെഗുലറിന് 400, മീഡിയം 500, അങ്ങനെ മീഡിയം ബോൾഡ് 600, ബോൾഡ് 700, എക്സ്ട്രാ ബോൾഡ് 800, അങ്ങനെ 100 വെച്ചായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പം നമ്മളും അതായത് ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് റെഗുലറോ ബോൾഡോ എന്ന് നമ്മൾ പറയും, ഡെവലപ്പേഴ്സ് അതിനെ പറയുന്നത് 400 അല്ലെങ്കിൽ 700 എന്നാണ് കോഡിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ രീതി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡെവലപ്പേഴ്സ് ഫോണിൻ്റെ വെയിറ്റിനെ മനസ്സിലാക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന തിൻ, ലൈറ്റ്, റെഗുലർ ആ രീതിയിലായിരിക്കും. പക്ഷേ അവർ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, അവർ നമ്പേഴ്സ് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് 100, 300, അങ്ങനെ 100 വെച്ചിങ്ങനെ കൂട്ടി പോകും. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഡെവലപ്പേഴ്സിന് മനസ്സിലാവണമെങ്കിൽ നമ്മളിതുപോലെ 100, 300, 400, 500 അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സെക്ഷനിൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ സ്റ്റൈൽ നെയിമിങ് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് കൊടുത്ത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്പ് സ്കെയിലാണ് നോക്കാൻ വേണ്ടി പഠിച്ചത് അല്ലേ. ഓൺലൈനിലും രണ്ടാമത് ഫിഗ്മയുടെ പ്ലഗിനും വെച്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി നമുക്ക് ഈ കാണിക്കുന്ന പേര് H1, H2, H3 എങ്ങനെ ആ ടൈപ്പ് സ്കെയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു ടൈപ്പ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അതിനാദ്യം നമുക്ക് ഈ പ്ലഗിൻസിൽ വന്നതിന് ശേഷം ഞാൻ ടൈപ്പ് സ്കെയിൽ സെലക്ട് ചെയ്തു. ഇവിടെ ബേസ് സൈസ് ഞാൻ 60 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിതിനെ ഞാൻ ബാക്ക് സ്പേസ് അടിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഞാനിവിടെ H1 എന്ന് കൊടുക്കുക. H1 എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ജനറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് സ്കെയിൽ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമുക്കിവിടെ H1, ഓക്കെ, കുഴപ്പമില്ല. രണ്ടാമത് H2, മൂന്നാമത് H3. ബാക്കിയുള്ളതിനെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റൈൽ നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കി പോകണം. H1 ക്ലിക്ക് ചെയ്തു, ടൈപ്പോഗ്രാഫിയിൽ അപ്ലൈ സ്റ്റൈൽസിൽ വന്നു, ക്രിയേറ്റ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാൻ H1 എന്ന് കൊടുക്കുകയാണ്. സ്റ്റൈൽ ക്രിയേറ്റ് ആയി. അടുത്തത് നമ്മൾ ഇതുപോലെ വന്നു, അതുപോലെ ചെയ്യുകയാണ്. H2. ഇനി നമുക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കി നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ H1, H2, H3 അതിൻ്റെ ലൈൻ ഹൈറ്റ് 120, 61 ഫോണ്ട് സൈസ്, അങ്ങനെ 49/120 എന്ന് വെച്ച് കഴിഞ്ഞാൽ 49 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ട് സൈസും 120 അതിൻ്റെ ലൈൻ ഹൈറ്റുമാണ്. അങ്ങനെ നമുക്ക് 3 സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ H1, H2, H3 എന്താണ്? അത് ഹെഡിങ് ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഹെഡിങ് ഒന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് H1, H2, H3 എന്ന് കൊടുത്തുകൂടാ? അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം ഈ ടെക്സ്റ്റ് ഫുള്ളും ഡിലീറ്റ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം 3 സെലക്ട് ചെയ്തു, ഡിലീറ്റ് 3 സ്റ്റൈൽ കൊടുക്കുകയാണ്. അത് ഡിലീറ്റ് ആയി. ഇനി നോക്കിക്കോണം, ഞാൻ ഫസ്റ്റ് കാണുന്ന ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് സ്റ്റൈൽ വന്നതിന് ശേഷം
ക്രിയേറ്റ് സ്റ്റൈലിൽ പോയതിന് ശേഷം ഞാനിവിടെ ആദ്യം ഹെഡിങ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഹെഡിങ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ / കൊടുക്കുകയാണ്. / കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഹെഡിങ് ഒരു ഫോൾഡറായി മാറും. ഓക്കെ, ഇനി ഞാൻ അവിടെ H1 എന്ന് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുത്തു. അടുത്തത് നമുക്ക് അതുപോലെ ചെയ്യാം. ഇവിടെ ഹെഡിങ് / H2 കൊടുത്തു. മൂന്നാമതും ഹെഡിങ് / H3 കൊടുത്തു. ക്രിയേറ്റ് സ്റ്റൈൽ കൊടുത്തു. ഇനി നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിയ ഹെഡിങ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയി. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാടായി ഹെഡിങ്ങിൻ്റെ അകത്ത് H1, H2, H3 അങ്ങനെ 3 ഹെഡിങ് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റൈൽസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു / കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി മാറും. H1/ ആയിക്കഴിഞ്ഞാൽ H1 എന്നുള്ളൊരു ഫോൾഡർ, അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റൈൽസിനെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നോക്കിക്കോണം. ഇനി ഇത് ഞാൻ ബോൾഡാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. നോക്കിക്കോണം. നമുക്ക് സ്റ്റൈൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിപ്പോൾ സ്റ്റൈലാണ്, നമ്മൾ ഈ സ്റ്റൈലിലാണ് അവിടെ താഴോട്ട് കോപ്പി ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ സ്റ്റൈലിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം. അതിന് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ശേഷം ടൈപ്പ് ടൂളിൽ വരിക, ടൈപ്പോഗ്രാഫിയിൽ വരിക, ഡിറ്റാച്ച് സ്റ്റൈൽ കൊടുക്കുക. ഡിറ്റാച്ച് സ്റ്റൈൽ. അപ്പം സ്റ്റൈല് ഡിറ്റാച്ച് ആവും. ഇവിടെ നമുക്ക് ബോൾഡ് കൊടുക്കാം. ഇനി ഞാൻ അവിടെ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ്. ഹെഡിങ് എന്ന് കൊടുത്തതിന് ശേഷം ബോൾഡ് എന്ന് കൊടുക്കുകയാണ്. ബോൾഡ് എന്നിട്ട് / കൊടുത്തതിന് ശേഷം H1 എന്ന് അടിക്കുകയാണ്. അപ്പോൾ ഹെഡിങ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് ബോൾഡ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ആയതിനു ശേഷം അതിൻ്റെ അകത്ത് H1 ക്രിയേറ്റ് ആവും. എല്ലാം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പോൾ 3 സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റൈൽ നോക്കിയാലോ. ഇവിടെ നോക്കിക്കുക, ഹെഡിങ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് 1 റെഗുലറായിട്ടുള്ള 3 ഫോണ്ട് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് വേറൊരു ഫോൾഡർ, ഹെഡിങ്ങിൻ്റെ അകത്ത് വേറൊരു ഫോൾഡറായ ബോൾഡിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹെഡിങ് 1ൻ്റെ തന്നെ 3 വേരിയേഷൻ കാണും. H1ൻ്റെ ബോൾഡ് റെഗുലർ കാണും, ബോൾഡ് കാണും. പിന്നെ H2ൻ്റെ അതുപോലെ കാണും, H3 അതുപോലെ കാണും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ പാടായിരിക്കുമല്ലോ. ഇതിനെ എളുപ്പമാക്കാൻ വേണ്ടി നമുക്കൊരു പ്ലഗിൻ ഉപയോഗിക്കാം. ആ പ്ലഗിൻ ഉപയോഗിക്കാൻ വേണ്ടി പ്ലഗിൻസിൽ വരിക, സ്റ്റൈൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്ലഗിൻ ഉണ്ട്. അതിവിടെ സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ലിസ്റ്റ് എന്ന പ്ലഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അതിനു മുമ്പ് ഇത് ഫുൾ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി നോക്കിക്കണം, നമുക്കിവിടെ നമ്മൾ നേരത്തെ ചെയ്തതല്ല. ഫസ്റ്റ് ബേസ് വാല്യൂ ഇവിടെ 60 കൊടുത്തിട്ടുണ്ട്. സ്കെയിൽ 125 മേജർ കുഴപ്പമില്ല. റൗണ്ട് അതൊന്നും പ്രശ്നമല്ല. ഫോണ്ട് നമ്മളിവിടെ റോബോട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് ഹെഡിങ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഹെഡിങ് ഇവിടെ നമുക്ക് / അതുപോലെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. H1. ഇനി നമുക്കിവിടെ 3 ഫോണ്ടിൻ്റെ 3 വേരിയേഷൻ ഉണ്ടല്ലോ, ബോൾഡ്, റെഗുലർ, അതിവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ബോൾഡ് കൊടുക്കുകയാണ്, മീഡിയം കൊടുക്കുകയാണ്. 3 കൊടുത്തു. അടുത്ത് വന്നതിന് ശേഷം ഹെഡിങ് തന്നെ. ഇനി നമുക്ക് H2 ക്രിയേറ്റ് ചെയ്യാം. ഹെഡിങ് /H2 ക്രിയേറ്റ് ചെയ്തു. അതിൽ മീഡിയവും ബോൾഡും കൊടുക്കുകയാണ്. ഇനി നമുക്ക് H3 ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ലൈൻ ഹൈറ്റ് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഓട്ടോ എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 100 അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓട്ടോയാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമുക്ക് ബോഡി ടെക്സ്റ്റാണ്. ബോഡി /L എന്ന് കൊടുക്കുകയാണ്. ഞാൻ ലാർജാണ്. റെഗുലറും ബോൾഡും കൊടുക്കുകയാണ്. അടുത്തത് ബോഡി മീഡിയം കൊടുക്കുകയാണ്. റെഗുലർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബോഡി സ്മോൾ കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് വേണ്ട, 10px നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാനിവിടെ ഓഫ് ചെയ്യും. ഇപ്പോൾ 13 സ്റ്റൈൽ നമുക്കിവിടെ ക്രിയേറ്റ് ആവും. നമ്മളിവിടെ കാണിക്കണം. ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആർട്ട് ബോർഡിൽ ഒന്നും കാണിക്കത്തില്ല. നേരെ നമ്മളെ സ്റ്റൈലിൽ ഇത് ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ സ്റ്റൈലിൽ ക്രിയേറ്റ് ആയതുകൊണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ സ്റ്റൈൽസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടൈപ്പ് സ്കെയിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലഗിൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാം.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡിസൈനേഴ്സ് ഫോണ്ടിൻ്റെ വെയിറ്റ് മനസ്സിലാക്കുന്നത് തിൻ, ലൈറ്റ്, റെഗുലർ, മീഡിയം, ബോൾഡ്, എക്സ്ട്രാ ബോൾഡ് അങ്ങനെയാണല്ലോ. പക്ഷെ ഡെവലപ്പേഴ്സ് മനസ്സിലാക്കുന്നത് തിന്നിനെ 100 ആയിട്ടും ലൈറ്റിനെ 300 ആയിട്ടും മീഡിയം 400, അതായത് 100 വെച്ചിങ്ങനെ കൂട്ടി വരും. അവരങ്ങനെയായിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കോഡിങ് ചെയ്യണത്. അപ്പം നമ്മൾ ടൈപ്പ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിലായിരിക്കണം നമ്മൾ ടൈപ്പ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ടൈപ്പ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി വേറൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് സ്കെയിൽ നോക്കി, ടൈപ്പ് സ്കെയിൽ അല്ലാതെ വേറൊരു പ്ലഗിൻ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് സ്കെയിലും ടൈപ്പ് സ്റ്റൈൽസും ക്രിയേറ്റ് ചെയ്തത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഒന്നുകൂടെ ഞാൻ ടൈപ്പ് സ്കെയിൽ ഒന്നും ഉപയോഗിക്കാൻ കൂടാ. അത് വെച്ചിട്ട് നമുക്ക് ഡെവലപ്പേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും കൂടെ നമുക്ക് വേറെ രീതിയിൽ ടൈപ്പ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. നോക്കി പോകണം. നമ്മൾ ടൈപ്പ് സ്കെയിൽ ഒന്നും കൂടെ എടുക്കുകയാണ്, 60 ബേസ് ലൈൻ വെച്ച് കൊടുക്കുകയാണ്. ഹെഡിങ് 1 തന്നെ കൊടുത്തു. ഇവിടെ ഹെഡിങ് 1 എന്ന് മാറ്റി കൊടുത്തു. ജനറേറ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റൈൽ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. അതിനുശേഷം അതിനുശേഷം ടെക്സ്റ്റ് മാത്രം അതിൽ നിന്ന് ഞാൻ മാറ്റി ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി നോക്കിക്കോണം. ഞാൻ ഇനി ഇവിടെ ഇതിന് 2 കോപ്പി എടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ടെക്സ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഞാൻ വന്നിട്ട് ഇവിടെ H1 റെഗുലറാണ് അപ്ലൈ ചെയ്യണത്. അടുത്തതിൽ വന്നതിന് ശേഷം H2 റെഗുലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് വന്നതിന് ശേഷം H3 റെഗുലർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഞാൻ ബാക്കി എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് തൽക്കാലത്തേക്ക്. ഇതിനെ അതുപോലെ തന്നെയാണ് H1 ബോൾഡ്, H2 ബോൾഡ്, H3 ബോൾഡ്. അടുത്ത ഇത് H1 മീഡിയം, H2 മീഡിയം, H3 മീഡിയം. അപ്പോൾ ഇത് റെഗുലർ, ബോൾഡ്, മീഡിയം 3 നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഡെവലപ്പേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതിനെ 3 സെലക്ട് ചെയ്യുകയാണ്. ഇതിന് നമ്മൾ റീനെയിം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യുകയാണ്, ഇതിന് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്യണം. ആദ്യം Ctrl R പ്രസ് ചെയ്യണം. അതിനുശേഷം ഹെഡിങ് എന്ന് അടിക്കുക. ഇതെല്ലാം മൊത്തത്തിൽ ഹെഡിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റൈലാണല്ലോ. അപ്പോൾ ഹെഡിങ് എന്ന് അടിക്കുക. അതിന് സ്ലാഷ് അടിക്കുക. ഇതെല്ലാം H1 സ്റ്റൈൽസ് ആണല്ലോ. അപ്പോൾ ഞാൻ സ്ലാഷ് അടിച്ച് H1 എന്ന് അടിച്ച് ക്രിയേറ്റ് ആയി. ഞാൻ അവിടെ റീനെയിം കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഹെഡിങ് H1 ആയി മാറി. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെ മാത്രം സെലക്ട് ചെയ്യുക, Ctrl R അടിക്കുക, കറണ്ട് നെയിം കൊടുക്കുക. കറണ്ട് നെയിം കൊടുത്ത് നമ്മൾ നേരത്തെ കറണ്ട് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത നെയിം അതുപോലെ അവിടെ വരും. അതിനുശേഷം ഐഫൺ അടിക്കുക. ശേഷം നമുക്ക് റെഗുലർ REG, അതായത് ഈ റെഗുലർ ഈ 3 ഇപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന 3 റെഗുലർ ഫോണ്ട് ആണല്ലോ. അപ്പോൾ REG ഡിസൈനേഴ്സിന് മനസ്സിലാവുന്നത് റെഗുലർ എന്നും അവർക്ക് മനസ്സിലാവുന്നത് ഡെവലപ്പേഴ്സിന് മനസ്സിലാവുന്നത് 400 എന്നും ആയിരിക്കും. അപ്പോൾ നമ്മൾ റെഗുലർ -400 കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഡിസൈനേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും, ഡെവലപ്പേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇവിടെ റീനെയിം കൊടുക്കും. അടുത്ത ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl R പ്രസ് ചെയ്യുക, കറണ്ട് നെയിം കൊടുക്കുക, ബോൾഡ് -200. ഇനി ഇതും അതുപോലെ സെലക്ട് ചെയ്യുക, Ctrl R പ്രസ് ചെയ്യുക, കറണ്ട് നെയിം കൊടുക്കുക, ഇത് മീഡിയം അല്ലേ, അപ്പോൾ MED -500 കൊടുക്കുക. അപ്പോൾ ഇത് 3 ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കിതിനെ സോർട്ട് ചെയ്യണം, കറക്റ്റായിട്ട് നമുക്ക് സോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഒരു പ്ലഗിൻ ഉപയോഗിക്കുന്നുണ്ട്, സോർട്ടർ പ്ലഗിൻ. അത് ലേയേഴ്സിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സോർട്ടർ ഇവിടെ പ്ലഗിൻസ് വന്നതിന് ശേഷം സോർട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക, സോർട്ടർ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു ബോക്സ് വരും. ഞാനിവിടെ ആൽഫബറ്റിക് ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെയർ പാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആൽഫബറ്റ് ഓർഡറിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെ സ്റ്റൈൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. സ്റ്റൈലിസ്റ്റ് അല്ല നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സ്റ്റൈലർ പ്ലഗിനാണ്. സ്റ്റൈലർ അതിൽ ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് സ്റ്റൈൽ കൊടുക്കുക. ഇനി സ്റ്റൈൽസിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും H1 റെഗ് 400, റെഗുലർ 400. ഡിസൈനേഴ്സിന് മനസ്സിലായി, ഡെവലപ്പേഴ്സിന് മനസ്സിലായി. ഫോണ്ട് സൈസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ലൈൻ ഹൈറ്റ് വന്നിട്ടുണ്ട്.
കണ്ടില്ലേ, റെഗുലർ, ബോൾഡ്, മീഡിയം. അതിൻ്റെ റെഗുലർ, ബോൾഡ്, മീഡിയം. അടുത്തത് റെഗുലർ, മീഡിയം, ബോൾഡ്. ആ രീതിയിൽ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്ത് കണ്ടല്ലോ. ഇതുപോലെ ആയിരിക്കണം നമ്മൾ സ്റ്റൈൽസും ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ടൈപ്പ് സ്കെയിൽ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പിന്നെ വേറൊരു പ്ലഗിൻ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് സ്കെയിലും ടൈപ്പ് സ്റ്റൈൽസും ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ടൈപ്പ് സ്റ്റൈൽസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇത് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി പാടായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് വന്നാൽ മതി. ഒന്ന് സ്പീഡപ്പായി വന്നതിന് ശേഷം ഈ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ ഫോളോ ചെയ്തൊന്ന് പോകണം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ H1 മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇപ്പം നമ്മൾ H1ഉം ഇനി നമ്മൾ H1ഉം H2ഉം H3യുമാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രോസസ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം കൂടെ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. ആദ്യം ചെയ്യേണ്ടത് ഈ ലെയറിനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ സോർട്ടർ എന്ന പ്ലഗിനെ ആദ്യം ഉപയോഗിക്കും. റീനെയിം ചെയ്യുന്നതിന് മുമ്പേ സോർട്ടർ എന്ന് പറയുന്ന പ്ലഗിൻ ആദ്യം ലെയറിൽ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഇത് നോക്കിക്കണം. ഇപ്പോൾ ഞാൻ ഹെഡിങ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഇവിടെ ലെയറിൽ അത് സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതും സെലക്ട് ആയിട്ടുണ്ട്. മൂന്നാമതും അത് സെലക്ട് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഓർഡറിലായിരിക്കണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ പോർഷൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം സോർട്ടർ കൊടുക്കുകയാണ്, പൊസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആണല്ലോ ഇവിടെ എല്ലാം ഒരുമിച്ച് വന്നു. അത് ഒരുമിച്ച് വന്നാൽ മാത്രം പോരാ, കറക്റ്റ് ഓർഡറിൽ പോകണം. അതായത് H3 താഴെയാണെങ്കിൽ തൊട്ട് മുകളിലാകണം H2, തൊട്ട് മുകളിലാക്കി H1. ഇതുപോലെ നിങ്ങളെല്ലാം ചെയ്യണം. ഇതും അതുപോലെ ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും കറക്റ്റ് ഓർഡർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ റീനെയിം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു, Ctrl R പ്രസ് ചെയ്യുന്നു, ഹെഡിങ് എന്ന് ചെയ്യുന്നു, സ്ലാഷ് കൊടുക്കുന്നു, റീനെയിം കൊടുക്കുന്നു. ഇനി ഇതിനെ മാത്രം സെലക്ട് ചെയ്യുന്നു, Ctrl R പ്രസ് ചെയ്യുന്നു, കറണ്ട് നെയിം കൊടുക്കുന്നു, /H മാത്രം കൊടുക്കണം, H മാത്രം. എന്നിട്ട് ഈ പറയുന്ന നമ്പർ ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ H1, H2, H3 ആയില്ലേ. ഇനി -reg കൊടുക്കുന്നു, 400 കൊടുക്കുകയാണ്. ഇതെല്ലാം സെലക്ട് ചെയ്യുന്നു. ഇവിടെ പ്ലഗിൻസിൽ വരുന്നു, സ്റ്റൈൽ പ്ലഗിൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ജനറേറ്റ് സ്റ്റൈൽ കൊടുക്കുകയാണ് ഞാൻ. ഇവിടെ നമുക്ക് H1, H2, H3, അതായത് ഹെഡിങ്ങിൽ തന്നെ നമുക്ക് H1, H2, H3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ആയി. നേരത്തെ നമ്മൾ H1 മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ H1, H2, H3 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. H1, H2, H3 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റീനെയിം കൊടുക്കുന്നതിന് മുമ്പേ സോർട്ടർ പ്ലഗിൻ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സസൈസ് ഫയലാണ്. ടൈപ്പ് സ്റ്റൈലും നെയിമിംഗ് ഗൈഡുമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ടൈപ്പ് സ്റ്റൈൽ സെറ്റ് ചെയ്യണമെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഹെഡിങ്